ഹായ്, ഞാൻ മാളു. നമുക്കൊന്ന് നാട്ടിൽ പോയിട്ട് വന്നാലോ? നാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമാണ്. ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവങ്ങളും അതുപോലെ ഓരോ പുതിയ ആൾക്കാരെയും എന്നിലേക്ക് എത്തിക്കാറുണ്ട്. രാവിലെ 7:30 ട്രെയിനിന് ഫുഡ് കഴിക്കുന്ന പതിവ് വളരെ കുറവായതുകൊണ്ട് തന്നെ 4 മണിക്ക് എണീറ്റ ഉടനെ കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി അങ്ങ് തുടങ്ങി. പാക്കിംഗ് ഒക്കെ പിന്നെ തലേന്നേ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ തിരക്കൊന്നും രാവിലെ ഉണ്ടായിട്ടില്ല. നമ്മളെ ക്വാർട്ടറിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്നാലും കുറച്ച് നേരത്തെ പോകുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഒരു 6:30 ആകുമ്പോഴേക്ക് റെഡി ആയിട്ട് റാപ്പിഡോ ബുക്ക് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങ് പോയി. രാവിലെ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ സ്റ്റേഷനിൽ. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. വരുന്ന തിരക്കിന് ചായ ഒന്നും വീട്ടിൽ നിന്ന് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ എത്തിയപാടെ ഓരോ നല്ല ചായ അങ്ങ് കുടിച്ചു. ട്രെയിൻ എന്തായാലും കൃത്യസമയത്ത് തന്നെ എത്തിന് കേട്ടോ. അങ്ങനെ ട്രെയിനകത്ത് കയറി നമ്മളെ ട്രോളിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് സെറ്റായി. ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളെ സീറ്റ് മൊത്തം മലയാളീസ് ഉണ്ടാവുന്നത് ഇത് ആദ്യമായിട്ടാണേ. അതും നല്ല കട്ട ടീംസ്. കണ്ണൂർ എത്തിയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങ് ജോറാക്കീന്. ഇത് കൂടാണ്ട് ട്രെയിനിൽ വേറൊരു സർപ്രൈസും കൂടി ഉണ്ടായിനെ. നമ്മളതേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ആഷ്നി അജിത്തേടനും ഉണ്ടായിന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരെ ഈ ആഷ്നി അജിത്തേടനൊന്ന്. ആഷ്നി എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു കേട്ടോ. SS കോളേജിൽ നമ്മൾ രണ്ടാളും ഒന്നിച്ചുണ്ടായിന്. അതുപോലെ അജിത്തേടനും ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ബ്രദറിൻ്റെ കൂടെ വർക്ക് ചെയ്തേയും അതുപോലെ അർജുൻ്റെ ഫ്രണ്ടും കൂടിയാണ് അജിത്തേടൻ. അങ്ങനെ കുറേ നേരം നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു. വരുന്ന തിരക്കിന് അവർ ഫുഡ് എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോയ ഫുഡ് നമ്മളെല്ലാവരും കൂടി ഇരുന്നങ്ങ് കഴിച്ചു. നമ്മളെ സീറ്റിലുണ്ടായത് 2 ആർമിക്കാരും അതുപോലെ കോഴിക്കോടും കണ്ണൂരും ഉണ്ടായ 2 ഫാമിലീസും ആണേ. ആർമിക്കാർ അർജുൻ്റെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നവരാണേ. കണ്ണൂരിലെ ഫാമിലി ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അല്ല, കോഴിക്കോടുള്ളവർ അവരുടെ ഫ്രണ്ടിൻ്റെ ഗുജറാത്തി കല്യാണം കൂടിയിട്ട് വരുന്ന വഴിയാണ്. ഇത്തവണ ട്രെയിനിൽ വരുമ്പം റിയു സത്യം പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതലുണ്ടായത് അവരുടെ കൂടെയാട്ടോ. പിന്നെ രാത്രിയായി എല്ലാവരും കിടന്നു. റിയുവിൻ്റെ എന്നത്തെയും പോലത്തെ കലാപരിപാടികളൊക്കെ തീരുമ്പോഴേക്കും നമ്മൾ ഉറങ്ങാൻ നല്ല ലേറ്റായിരുന്നു. എപ്പോഴും ട്രെയിനിൽ വരുമ്പം റിയു അർജുൻ്റെ കൂടെയാണ് കേട്ടോ കിടക്കൽ. ഞാൻ എഴുന്നേൽക്കാൻ ലേറ്റായിനെ. അപ്പോഴേക്ക് അർജുൻ എഴുന്നേറ്റ് കേരളത്തിൻ്റെ നല്ല പച്ചപ്പും ഹരിതാമ്പയൊക്കെ പകർത്താൻ തുടങ്ങിന്. ഗുജറാത്തിൽ നിന്ന് വരുന്ന ചില ട്രെയിനുകൾക്ക് കണ്ണവര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ട്രെയിനിന് കണ്ണൂർ മാത്രമേ സ്റ്റോപ്പുള്ളൂ. അങ്ങനെ കണ്ണവര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് എത്താം. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ഇന്ത്യൻ റെയിൽവേ നമ്മളെ പതിവിലും നേരത്തെ കണ്ണൂർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. എന്തായാലും അവരുടെ കൂടെയുള്ള ഒരു യാത്ര നല്ലൊരു മെമ്മറി തന്നെയാണ് കേട്ടോ. സ്റ്റേഷനിൽ അർജുൻ്റെ അച്ഛൻ നമ്മളെയും കാത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കണ്ടവിടെ തന്നെ അച്ഛൻ നമ്മളെ അടുത്തേക്ക് വന്ന് റിഹ്യൂവിനെ അങ്ങ് എടുത്ത്. പിന്നെ നമ്മൾ സ്റ്റേഷനിൽ പുറത്തെത്തി. സാധാരണ നമ്മളെപ്പോഴും പോകുന്നത് അച്ഛൻ്റെ വണ്ടി തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ലഗേജ് എല്ലാം കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു വണ്ടിയിലാണ് പോയത്. പിന്നെ നമ്മൾ വീട്ടിലെത്തി. നമുക്ക് വേണ്ടിയിട്ട് അമ്മ നല്ല ചൂട് നൂൽപ്പൊട്ടും കടലക്കറി ഉണ്ടാക്കിയിട്ട് വെയിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നൂൽപ്പൊട്ടും കടലക്കറിയൊക്കെ ഒന്ന് കഴിക്കട്ടെ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.